വയനാട് ജില്ലയിലെ കുളകപ്പാറയുള്ള സൗഗന്ധിക വെസ്റ്റ് ഗേറ്റ് റെസ്റ്റോറൻ്റാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഫുഡിൻ്റെ ചാകരയാണ് കേട്ടോ. 200 രൂപ കൊടുത്താൽ എന്തോരം ഐറ്റംസാണ് കിട്ടുന്നതെന്നറിയോ? ഹോട്ട് ആൻഡ് സോർ വെജ് സൂപ്പ്, ചൗ സലാഡ്, പുട്ട്, കോയിൻ പൊറോട്ട, കടായി ചിക്കൻ, കാന്താരി ബീഫ് കറി, ഫിഷ് മപ്പാസ്, ബിരിയാണി റൈസ്, സിംഗപ്പൂർ വെജ് ഫ്രൈഡ് റൈസ്, കപ്പ ബിരിയാണി, വെജ് നൂഡിൽസ്, ഹണി ചില്ലി പൊട്ടറ്റോ, സോയാബീൻ മസാല, പായസം, കട്ട് ഫ്രൂട്ട്സ്, അങ്ങനെ ഓരോ ദിവസവും വെറൈറ്റി ഫുഡുകളാണ്. അതും 200 രൂപ കൊടുത്താൽ ഇഷ്ടം പോലെ വിഭവങ്ങളാണ്. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടം പോലെ എടുത്ത് കഴിക്കാം. തീരുന്ന അനുസരിച്ച് അവർ ഫില്ല് ചെയ്യും. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളുടെ അടുത്ത ടൂറിന് ഡിന്നർ ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ടൂർ കഴിഞ്ഞ് വരുമ്പോൾ രാത്രി ഭക്ഷണം സൗഗന്ധികയെന്നു പറഞ്ഞാൽ പിള്ളേർക്കും ഒത്തിരി സന്തോഷമാണ്. 200 രൂപ കൊടുത്താൽ 10-18 ഐറ്റംസ് ഉണ്ടാവും. അതിലൊരു ഫിഷും ഒരു ചിക്കൻ കറി ഒരു ബീഫ് കറിയൊക്കെ മസ്റ്റാണ്. ഞാനും എൻ്റെ സ്കൂളിലെ മക്കളും ഒത്തിരി പ്രാവശ്യം ഇവിടുന്ന് ഡിന്നർ കഴിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ്. ഇവിടുത്തെ ഒരു ആംബിയൻസ് തന്നെ അടിപൊളിയാണ്. നല്ല വൃത്തി, നല്ല സ്നേഹത്തോടെയുള്ള പെരുമാറ്റമൊക്കെയാണ് സ്റ്റാഫിൻ്റെ. എല്ലാം ഒന്നിനൊന്ന് മെച്ചം. വളരെ ശാന്തമായ ആംബിയൻസിലിരുന്ന് നമുക്ക് ഫുഡ് പതുക്കെ ആസ്വദിക്കാം. അതുകൊണ്ട് വയനാട്ടിലേക്ക് ടൂർ വരുന്നവരൊക്കെ ഡിന്നർ സമയത്ത് ഇതിലെ പാസ് ചെയ്യുന്നെങ്കിൽ സൗഗന്ധിക റെസ്റ്റോറൻറ്റിൽ കയറാൻ മറക്കണ്ട കേട്ടോ. പക്ഷെ ഒരു കാര്യം, നേരത്തെ ബുക്ക് ചെയ്യണേ, ഇല്ലെങ്കിൽ നമ്മൾ കാത്തിരുന്ന് മടുക്കും. അത്രമേൽ തിരക്കാണ്. രുചിയുടെ, സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, അൺലിമിറ്റഡ് ഫുഡിൻ്റെ കൊട്ടാരമാണ് സൗഗന്ധിക വെസ്റ്റ് ഗേറ്റ് റെസ്റ്റോറൻറ്റ്, വയനാട് കുളകപ്പാറ. വായോ വയനാട്ടിലേക്ക് ഒരു അടിപൊളി ഫുഡ് ആസ്വദിക്കാം. വെറൈറ്റി രുചിഭേദങ്ങൾ. അപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്കുള്ള ഫുഡൊക്കെ ബുക്ക് ചെയ്തു. ടോക്കൺ അഡ്വാൻസും കൊടുത്ത് കുശലം പറഞ്ഞ് ഞാൻ ഇറങ്ങുകയാണ്. അങ്ങനെ നവംബർ 26 ബുധനാഴ്ച രാത്രി ഞാനും ടീച്ചേഴ്സും ഞങ്ങളുടെ മക്കളും എല്ലാവരും കൂടെ സൗഗന്ധിക റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. ഞങ്ങൾക്ക് പറഞ്ഞ വിഭവങ്ങളെല്ലാം അവരവിടെ റെഡിയാക്കി വെച്ചിരുന്നു. മക്കളെല്ലാം ഇഷ്ടം പോലെ എടുത്തു. അതിൻ്റെ രുചിഭേദങ്ങളെല്ലാം അവരാസ്വദിച്ചു. വിശാലമായ സീറ്റുകളിലേക്ക് ഓരോരുത്തരും പോയിരുന്നു. ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടപ്പെട്ട അളവിൽ ശാന്തമായവർ ആസ്വദിച്ചു. ഇഷ്ടം പോലെ കൊടുക്കാൻ അവർക്ക് യാതൊരു മടിയുമില്ല. വീണ്ടും അവർ ബോക്സ് ഫില്ല് ചെയ്തുകൊണ്ടേയിരുന്നു. ഈ ദിവസത്തിനൊരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ സ്കൂളിലെ ജസീല മിസ്സിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതോടൊപ്പം തന്നെ വേദ ജിതേഷിൻ്റെ, അൽഹാൻ്റെ ഒക്കെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരു കേക്ക് വാങ്ങി ഞങ്ങൾ അതും ആഘോഷിച്ചു. ടൂർ പോകുന്ന സമയത്ത് ബർത്ത്ഡേ വരുന്നവരുടെയൊക്കെ ബർത്ത്ഡേ ഞങ്ങൾ ഇങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുക. ഇനി അടുത്ത ടൂറ് സാഗർറാണി ക്രൂയിസിൽ കടലിലേക്കാണ്. ആരുടെയെങ്കിലും ബർത്ത്ഡേ ഉണ്ടെങ്കിൽ കടലിൽ വെച്ചിട്ട് ഞങ്ങളതും സെലിബ്രേറ്റ് ചെയ്യും. ടൂറെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതിൽ ഒത്തിരി സന്തോഷമാണ്. വർഷത്തിലൊരിക്കൽ ഒത്തുകൂടി അടിപൊളി ഒരു യാത്ര. ആ സന്തോഷവും ആ കുരുന്നുകളുടെ ചിരിയും കളിയൊക്കെ കാണാൻ എന്ത് രസമാണെന്നറിയോ. എൻ്റെ കൂടെ അപ്പൂസും ഉണ്ടായിരുന്നു. എൻ്റെ മോനാണേ. ഇതെല്ലാം ഒപ്പിയെടുക്കാൻ അവനും കൂടെ ഉണ്ടായിരുന്നു. ആഘോഷങ്ങൾ എന്നെന്നും എല്ലാവരിലും സന്തോഷം നിറയ്ക്കുന്ന ഒരു വല്ലാത്ത അനുഭൂതിയാണ്. ഓരോ മുഖങ്ങളിലും ചിരിയും സന്തോഷമൊക്കെ വരുമ്പോൾ കാണാൻ എന്തൊരു ഭംഗിയാണ്. നമ്മുടെ മക്കൾ ചിരിക്കട്ടെ, സന്തോഷിക്കട്ടെ, ആനന്ദിക്കട്ടെ. ഒരുപക്ഷെ നമ്മളിൽ പലർക്കും കിട്ടാതെ പോയ ഭാഗ്യമാണ് നമ്മുടെ മക്കൾക്ക് കിട്ടുന്നത്. കേക്ക് മുറിക്കുകയാണ് ജസീല മിസ്സും വേദാജിതേഷും അൽഹാനും എല്ലാവരും ചേർന്ന്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഹാപ്പി ബർത്ത്ഡേ മൊമെൻറ്റ്സ്. സന്തോഷം എല്ലാവരുടെ മുഖത്തും ചിരിയും. അത് കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. എന്നെന്നും ഓർത്തു വയ്ക്കാൻ, കാത്തുവയ്ക്കാൻ ഈ നിമിഷങ്ങളെ നമുക്ക് മനസ്സിലും അതോടൊപ്പം തന്നെ ഡിജിറ്റലായിട്ടും
സൂക്ഷിച്ചു വയ്ക്കാം. ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ്. കുഞ്ഞുമക്കളുടെ കൂടെയുള്ള യാത്ര അതിനൊരു പ്രത്യേക സന്തോഷം തന്നെയാണ്. ഒത്തിരി പേർ അവരുടെ മക്കളെ ഞങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ച് ഇങ്ങനെ യാത്രകൾ വിടുകയാണ്. ആ കുട്ടികളുടെ അച്ഛനും അമ്മയൊക്കെ നിങ്ങളായിരിക്കാം. പക്ഷേ ഉണർന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെയാണ് അവർ. ഞങ്ങളും അച്ഛനും അമ്മയും ഒക്കെ തന്നെയാണ്. ഈ സന്തോഷം എന്നെന്നും നിലനിൽക്കട്ടെ.